ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് സംഭവിച്ചതായി ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കണം. അതായത് നാളെ രാവിലെ നിങ്ങൾ ഉറക്കമുണരുന്ന സമയത്ത് നിങ്ങളുടെ കഴുത്തിന് കീഴ്പോട്ടുള്ള ചലനം 100% നഷ്ടപ്പെട്ട അവസ്ഥയിലായി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഓരോ പ്രവൃത്തിയുടെയും ഇനി അങ്ങോട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ഇതുവരെ ടോയ്ലറ്റിൽ പോയി വളരെ പ്രൈവറ്റ് ആയി ചെയ്തുകൊണ്ടിരുന്ന മലമൂത്ര വിസർജനം നിങ്ങൾ ഈ കിടന്ന കിടപ്പിൽ തന്നെ ബെഡിൽ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് അവിടെയൊന്ന് ശുചിയാക്കണമെങ്കിൽ മറ്റാരെയെങ്കിലും നിങ്ങൾ ആശ്രയിക്കേണ്ടിയും വരും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതേ കിടപ്പിൽ തന്നെ മറ്റാരെങ്കിലും വായിൽ വെച്ച് തരേണ്ടിയും വരും. അത് കഴിഞ്ഞ് വായ ക്ലീൻ ആക്കാനും മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. അത്രയും കാലം ഈ ഒരു വിശാലമായ ലോകത്ത് ആരെയും കൂസാതെ പാറിപ്പറന്ന് നിങ്ങളുടെ കൺമുന്നിൽ ആകെ കാണാൻ കഴിയുക ഒരു സീലിംഗ് ഫാനിന്റെ കറക്കം മാത്രമായിരിക്കും. അതല്ല ഒന്ന് തലചരിക്കാൻ കഴിയുമെങ്കിൽ ഒരു ജനലിന്റെ അളവുകൾക്കുള്ളിൽ ഒതുങ്ങും നിങ്ങളുടെ ആകാശവും ഭൂമിയും മരങ്ങളും പച്ചപ്പുമെല്ലാം. ആദ്യത്തെ കുറച്ചു കാലം നിങ്ങളെ വന്ന് കാണാനും കൂട്ടിരിക്കാനും കഥ പറയാനുമെല്ലാം കുറെ ആളുകൾ കാണും. പിന്നീട് അവരെല്ലാം അവരുടെ തിരക്കുകളിലേക്ക് വഴിമാറി ഒഴുകുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സെക്കൻഡുകളും ചലിക്കുന്നത് ഓരോ വർഷങ്ങളുടെ കാലതാമസത്തിലാവുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. അമ്മയോ അച്ഛനോ സഹോദരനോ സഹോദരിയോ അതല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ നിങ്ങളെന്ന ജീവനുള്ള മാംസപിണ്ഡത്തെ ശുശ്രൂഷിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗം സ്വയം ഹോമിക്കേണ്ടിയും വരും. അവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനിടയ്ക്ക് നിങ്ങളെന്ന തീരാവ്യാധിയുടെ കഷ്ടപ്പാട് കൂടിയാവുമ്പോൾ ചിലർക്ക് നിയന്ത്രണം വിട്ട് നിങ്ങളെ ശപിച്ചും പോകും. എന്നാലും അതൊക്കെ കേട്ടാലും ഒന്ന് കരയാനോ ഈ സ്വയം മരിക്കാൻ പോലും ആവാതെ കിടക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനേറെ പറയുന്നു, വീട്ടിലൊരു പട്ടിയെ വളർത്തുന്ന ആളുകൾക്ക് പോലും അറിയാം ഒരു ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കേണ്ടി വരുമ്പോൾ ആ ഒരു അവസ്ഥ. നല്ലവരായ അയൽക്കാർ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ നമ്മുടെ അരികത്ത് തന്നെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഭക്ഷണം പട്ടിക്ക് കൊടുക്കാനൊക്കെ അവർ സഹായിച്ചേക്കാം. എന്നാൽ 24 മണിക്കൂറും മറ്റൊരാളുടെ ആശ്രയമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്ന ചലനമറ്റ ഒരു മനുഷ്യന്റെ അപ്പി കോരാനും കഴുകാനും ഭക്ഷണം വായിൽ വെച്ച് കഴിപ്പിക്കാനും ഒക്കെ എത്ര അയൽക്കാർ വരും? ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ആളുടെ ജീവിതം പോലും നശിച്ചു പോകും. ഒന്നുകിൽ നിങ്ങൾ സുഖം പ്രാപിക്കുന്നത് വരെയോ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെയോ. ഇത്രയും സമയം ഈ ഒരു വീഡിയോ കണ്ടവരൊക്കെ കരുതുന്നുണ്ടാവും ഇവനെന്ത് തേങ്ങയായി പറയുന്നതെന്ന്. അല്ലെ, നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരോട് സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, സുരക്ഷിതമായ അകലം പാലിച്ച് വണ്ടി ഓടിക്കണം എന്ന്. എന്നാൽ സുരക്ഷിതമായ അകലം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സുരക്ഷിതമായിട്ടുള്ള വേഗതയും. നമ്മളൊക്കെ സ്ഥിരമായി കാണുന്ന ബോർഡുകളാണ് വേഗപരിധി 30 കിലോമീറ്റർ, വേഗപരിധി 50 കിലോമീറ്റർ, വേഗപരിധി 70 കിലോമീറ്റർ എന്നൊക്കെ. ചിലരുടെയൊക്കെ വിചാരം നമ്മൾ ആ ബോർഡിൽ കണ്ട സ്പീഡിൽ തന്നെ ആ ഒരു സ്ഥലത്ത് വാഹനം ഓടിക്കണം എന്ന രീതിയിലാണ്. കാരണം അവര് വാഹനം ഓടിക്കുന്നത് കണ്ടാൽ പഴയൊരു ഇംഗ്ലീഷ് സിനിമയായ സ്പീഡിലെ സീനാണ് നമ്മൾക്ക് ഓർമ്മ വരിക. അതായത് ആ ഒരു സിനിമയിൽ കുറെ യാത്രക്കാരുള്ള ഒരു ബസ് ഉണ്ട്, അതിലൊരു ബോംബ് വെച്ചിട്ടുണ്ട്. ബസിന്റെ സ്പീഡ് കുറഞ്ഞാൽ ബോംബ് പൊട്ടും. അതുകൊണ്ട് തന്നെ ആ ബസ് പോകുന്ന ട്രാഫിക്കിലും വളവിലുമൊക്കെ അല്പം പോലും സ്പീഡ് കുറയ്ക്കാതെയാണ് നായിക ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെയാണ് ചിലർ അവരുടെ മൂട്ടിൽ ബോംബ് വെച്ചതുപോലെയാണ് വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുന്നത്. ഒരു മയവുമില്ലാതെ ഇടിച്ചു കുത്തി പായുന്ന സമയത്ത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. ഒറ്റയടിക്ക് മരിക്കാതെ ഒരു ജീവച്ഛവമായി മറ്റുള്ളവർക്ക് ഭാരമായി അട്ടം നോക്കി കിടക്കേണ്ടുന്ന ആ ഒരു അവസ്ഥ. ഒരു കൊതുക് വന്ന് കുത്തിയാൽ പോലും രക്തദാനം മഹാദാനം എന്ന് മനസ്സിൽ പറഞ്ഞ് സഹിച്ച് കിടക്കേണ്ടി വരും. ഇതൊക്കെ കേൾക്കുമ്പോഴും ചിലരുടെയൊക്കെ ചിന്ത പണ്ട് ചൈനയിൽ കൊറോണ വന്ന് എന്ന് കേട്ട പോലെയാണ്. അതങ്ങ് ചൈനയിലല്ലേ, നമ്മൾ എന്തിനാ പേടിക്കുന്നത്, നമുക്കൊന്നും വരില്ലല്ലോ. അവസാനം മൂട്ടിലടക്കം കൊറോണ വന്നപ്പോഴാണ് നേരം വെളുത്തതും സോപ്പിട്ട് കൈ കഴുകാനും മാസ്ക് ഇടാനും ഒക്കെ പഠിച്ചത്. എന്നാൽ ഒരു കാര്യം നല്ലതുപോലെ ശ്രദ്ധിച്ചോളൂ, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ 2022 കണക്ക് പ്രകാരം നമ്മുടെ റോഡുകളിൽ ആ ഒരു വർഷം മാത്രം 4,61,312 അപകടങ്ങൾ നടന്നു എന്നും 1,68,419 പേർ കൊല്ലപ്പെട്ടു എന്നുമാണ്. ഏകദേശം 2 വർഷമാകാറായ ഉക്രൈൻ യുദ്ധത്തിൽ 10,000-ഓളം ആളുകളെ മരിച്ചിട്ടുള്ളൂ എന്ന് കേൾക്കുമ്പോഴാണ് ഈ സംഖ്യയുടെ അന്തരം ബോധ്യമാവുക. അതുമാത്രമല്ല, ഈ ഒരു റോഡ് അപകടങ്ങളുടെ കാരണം പരിശോധിച്ച് നോക്കിയാൽ 72.3% അപകടങ്ങളുടെയും 71.2% മരണങ്ങളുടെയും കാരണം ഓവർ സ്പീഡ് ആണെന്നതാണ്. എന്തിനാണ് ഇത്ര അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ പൊതുവായ എല്ലാവരുടെയും ഉത്തരം
സമയം ലാഭിക്കാനും പെട്ടെന്ന് എത്താനും എന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ കാരണത്തിന് വേണ്ടിയല്ല അമിത വേഗതയിൽ സാധാരണക്കാർ പോകുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം ആംബുലൻസ്, ഫയർഫോഴ്സ്, കേരളത്തിലെ മന്ത്രിമാർ എന്നിവരൊഴികെയുള്ള ആളുകൾ അവരുടെ വാഹനത്തിൽ വേഗത കൂട്ടിയാൽ ലാഭിക്കാൻ കഴിയുന്ന സമയം വളരെ കുറവാണ്. എന്തെന്നാൽ നമ്മുടെ വാഹനം കണ്ടാൽ ആരും വഴിമാറി തരാനോ ബ്ലോക്ക് ഒഴിവാക്കി തരാനോ ഒന്നും ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ 2 കിലോമീറ്റർ ഒഴിഞ്ഞ റോഡിൽ ചവിട്ടി വിട്ടാൽ ബാക്കിയുള്ള 3 കിലോമീറ്റർ വല്ല പാണ്ടി ലോറിയുടെ പിന്നിൽ മുട്ടിച്ച് വണ്ടി ഓടിക്കേണ്ടി വരും. ഇനി ബൈക്ക് ഓടിക്കുന്ന ചുള്ളന്മാർക്കൊക്കെ വേഗത എന്നത് ഒരു ത്രില്ലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, വേഗതയ്ക്കല്ല ത്രില്ല്. നമ്മൾ ഇടയ്ക്കിടെ ആക്സലറേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രേക്ക് ഇടുന്നതും വെട്ടിത്തിരിക്കുന്നതും ഒക്കെയാണ് ആ ഒരു ത്രില്ലിനുള്ള കാരണം. കാരണം വേഗത കൊണ്ട് മാത്രമായിരുന്നു ത്രില്ലെങ്കിൽ ഒന്ന് വന്ദേ ഭാരത് പോലുള്ള ഹൈ സ്പീഡ് ട്രെയിനിൽ കയറി പുറത്തേക്ക് നോക്കിയിരിക്കുകയോ അതുപോലെ തന്നെ പുറത്തേക്ക് ഒന്ന് തലവെച്ച് നോക്കുകയോ ചെയ്ത് നോക്ക്. പ്രഷർ പമ്പ് മുഖത്തടിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ വേഗതയിലല്ല കാര്യം എന്ന് മനസ്സിലായില്ലേ? ആ ഒരു ഡ്രൈവറുടെ മനഃശാസ്ത്രവുമായി വളരെയധികം ബന്ധമുണ്ട് അയാൾ ഓടിക്കുന്ന വാഹനത്തിന്റെ സ്പീഡിനും. കാരണം ഒരാളുടെ വികാര വിചാരങ്ങളും മനോഭാവങ്ങളും പ്രേരണകളും എല്ലാം ആയിട്ടുള്ള പല ഘടകങ്ങളും ചേർന്നതാണ് വേഗതയ്ക്ക് പിന്നിലെ മനഃശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വേഗതയ്ക്ക് പിന്നിലെ മാനസികമായ ഘടകങ്ങൾ ഏതൊക്കെയൊന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത് വേഗത വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയാണ്. അമിത വേഗത അപകടത്തിന് കാരണമാണ് എന്ന അറിവ് എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ തനിക്ക് എത്ര വേഗതയിൽ വാഹനം ഓടിക്കാനുമുള്ള കഴിവ് ഭയങ്കരമാണ് എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് അമിത വേഗത കൊണ്ട് തനിക്കും അപകടം സംഭവിക്കാം എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതാവുന്നതാണ് ഒരു കാരണം. ഇനി രണ്ടാമതായി യാത്രാ സമയത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് നമുക്ക്. അതായത് ഒരു യാത്രയ്ക്ക് ആവശ്യമായ സമയത്തേക്കാൾ കുറവായിരിക്കും ചിലപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്ന സമയം. അതുകൊണ്ട് തന്നെ യാത്ര പുരോഗമിക്കുന്ന സമയത്താവും ബ്ലോക്ക് കാരണമെല്ലാം കൊണ്ട് സമയം കൂടുതൽ വേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ വേഗത കൂട്ടേണ്ടിയും വരും. ഇനി മൂന്നാമതായി സാമൂഹികമായിട്ടുള്ള ചില ഘടകങ്ങളാണ്. കൂടെ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ വേഗതയെ പ്രോത്സാഹിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ വേഗത കുറവിനെ കളിയാക്കുന്നവരോ ആണെങ്കിൽ, അതേപോലെ ഫ്രീക്കന്മാരായിട്ടുള്ള യുവാക്കൾ, അതുപോലെ തന്നെ പെൺപിള്ളേരുടെ മുന്നിൽ കസർത്ത് കളിക്കുന്ന നമ്മുടെ കണ്ണാപ്പികൾ എന്നിവരെല്ലാം ചേർന്നത്. ഇനി മറ്റൊരെണ്ണം വൈകാരികമായിട്ടുള്ള അവസ്ഥ കൊണ്ടുള്ളതാണ്. അതായത് അക്ഷമ, നിരാശ, ദേഷ്യം എന്നിവയെല്ലാം ഇതിലെ ഘടകങ്ങളാണ്. അതേപോലെ മറ്റു വാഹനങ്ങൾ തങ്ങളെ ഓവർടേക്ക് ചെയ്താൽ അതോടുകൂടി ചിലർക്ക് ഈഗോ കയറും. പിന്നെ അവരെ തിരികെ ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു സ്വസ്ഥതയും കിട്ടാത്ത അവസ്ഥയാവും. എന്നാൽ നേരത്തെ ഓവർടേക്ക് ചെയ്തവർ നിങ്ങളെക്കാൾ വലിയ ഈഗോ പ്രാന്തനാണെങ്കിൽ പിന്നെ ആ റോഡ് ഒരു റേസിംഗ് ട്രാക്കായി മാറുകയും ചെയ്യും. അപ്പോഴാണ് നാട്ടുകാരുടെ സ്മരണ കൊണ്ട് കുഴിയിൽ കിടക്കുന്ന അപ്പാപ്പൻ വരെ ചറപറ തുമ്മുന്നതും നാട്ടുകാർ ജീവനും കൊണ്ട് പരക്കം പായുന്നതുമൊക്കെ. ഇതുകൊണ്ടൊക്കെയാണ് ഓരോരോ റോഡുകളിലും കൃത്യമായ വേഗപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഒരാളുടെ അശ്രദ്ധ കൊണ്ട് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരേ ഒരു സ്ഥിരമായ മേഖല ഡ്രൈവിംഗ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അതത് സർക്കാരിന്റെ അധികാര പരിധിയിൽ വേഗത നിശ്ചയിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. എന്ന് കരുതി ഇന്ത്യയിൽ എല്ലായിടത്തും ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിശ്ചയിച്ച വേഗപരിധിയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം കേന്ദ്രം നിശ്ചയിച്ച വേഗതയിൽ കുറവാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച വേഗപരിധി എങ്കിൽ ആ സംസ്ഥാനത്ത് കൂടി പോകുന്ന ദേശീയപാതയിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന് സാരം. ഇത് തന്നെ മറിച്ചും സംഭവിക്കാം. ഏതു തരം റോഡാണെന്നതിൻ്റെയും ആ റോഡ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കളുടെ ആവശ്യകതയും പരിഗണിച്ചും കവലകൾ പോലുള്ള റോഡിന്റെ ഡിസൈനുകൾ പരിഗണിച്ചും റോഡിലെ തിരക്കുകൾ, അതുപോലെ തന്നെ മുൻകാല അപകടങ്ങളുടെ ചരിത്രം, റോഡുകളുടെ അപകട സാധ്യതകൾ എന്നിവ പോലുള്ള ഘടകങ്ങൾ പരിഗണിച്ചും സംസ്ഥാന പരിധിയിലുള്ള റോഡുകളിൽ കേന്ദ്ര നിയമങ്ങളും ബാധകമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യാത്രകളിൽ സമയം വർദ്ധിപ്പിച്ച് വേഗത കുറച്ച് സുരക്ഷിതരായി സഞ്ചരിക്കുക.